യോഗം ഭാഗം 6. ഞാൻ കാത്തിരിക്കുമായിരുന്നു, പക്ഷേ നീ സമ്മതിച്ചില്ല. എന്നെ ദേഷ്യം പിടിപ്പിച്ച് നനഞ്ഞൊട്ടിയ സാരിയിൽ എന്റെ മുന്നിൽ വന്ന് നിന്ന് എന്നെ പ്രലോഭിപ്പിച്ച് ഇപ്പതേ ഇവിടം വരെ എത്തിച്ചപ്പോ സമാധാനായില്ലേ? അവൻ ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റാൻ പോയി. അവൾ 2 കൈകൊണ്ടും അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയതും പെട്ടെന്ന് അവൻ ആ 2 കൈയും പിടിച്ചു 2 ഭാഗത്തേക്കും വെച്ചു. അവന്റെ 2 കൈകൾ അവളുടെ ആ 2 കൈകളുമായി കോർത്തു. അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അവൻ പൂഴ്ത്തി. അവൾ കണ്ണുകൾ അടച്ചു. അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ ചൂട് പകർന്നുകൊണ്ടിരുന്നു. പിടയാൻ പോലും അവൾക്ക് സാധിച്ചില്ല. അവന്റെ ശരീരം അവളുടെ ശരീരത്തോട് അമർന്നു. വീണ്ടും ഒരു ഒന്നുചേരലിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഇപ്പോൾ നന്ദിത അർജുന്റെ പ്രണയം പൂർണ്ണ മനസ്സോടെ വാങ്ങി. അവന്റെ നെഞ്ചിൽ തന്നെ തളർന്നു കിടന്നു. രാവിലെ ആദ്യം കണ്ണു തുറന്നത് നന്ദിതയാണ്. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അർജുന്റെ നഗ്നമായ വിരിഞ്ഞ നെഞ്ചാണ്. അതിൽ രോമങ്ങൾക്കിടയിൽ പതുങ്ങിക്കിടക്കുന്ന സ്വർണമാലയും. അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവൾ വീണ്ടും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചത് കേട്ടതും അവൾ പെട്ടെന്ന് ഒന്നുകൂടി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. എന്നെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാകുന്നില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ പെട്ടെന്ന് മുഖം നെഞ്ചിൽ ഒളിപ്പിച്ചതും അവൻ അവളെ മറിച്ചിട്ടുകൊണ്ട് അവൾക്ക് മുകളിലായി വന്നു. എന്തൊറ്റി? രാവിലെ തന്നെ നോക്കി വെള്ളമിറക്കുന്നുണ്ടല്ലോ, മതിയായില്ലേ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ നാണത്തോടെ മുഖം അവന്റെ നെഞ്ചിൽ പൂഴ്ത്തി വെച്ചു. പിന്നെ പതിയെ ഒന്ന് കടിച്ചു. രാവിലെ തന്നെ വേദനിപ്പിക്കരുത് നന്ദ. നീ ഏൽപ്പിക്കുന്നത് ചെറിയ വേദനയായിരിക്കും, പക്ഷേ ഞാൻ ഏൽപ്പിക്കുന്നത് നിനക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ ചുംബിച്ചു. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇത് വേണമെങ്കിൽ ഞാൻ ഒരുപാട് തരാം, വേണോ? അവൻ ചോദിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ നിന്നും മുഖം മാറ്റിയതും പെട്ടെന്ന് ക്ലോക്കിലേക്ക് സമയം നോക്കി. 6 മണി എന്ന് കണ്ടതും അയ്യോ അവൾ വിളിച്ചു. എന്തുപറ്റി? അവൻ ഒരു കൈകൊണ്ട് അവളുടെ മുഖം അവന്റെ നേരെയാക്കിക്കൊണ്ട് ചോദിച്ചു. സമയം നോക്കിക്കേ. അതിനെന്താ, 6 മണി, ഞാൻ നേരത്തെ കണ്ടിരുന്നു. അവൻ പറഞ്ഞു. അപ്പോ എന്താ എന്നെ വിളിക്കാഞ്ഞേ? അതല്ല, പോകുന്നില്ലേ? ആര്? അവൾ കണ്ണുകൾ കൊണ്ട് അവനെ കാണിച്ചു. നമ്മൾ തമ്മിൽ എന്തായാലും ഒരു 3-4 വയസ്സിന്റെ വ്യത്യാസം കാണും, അല്ലെങ്കിൽ 5 വയസ്സിന്റെ ഒക്കെ. ഇന്നലെ എന്നെ പേരെടുത്ത് വിളിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടു, പക്ഷേ അതിനിടയ്ക്ക് 2 പ്രാവശ്യം മറ്റൊരു പേര് വിളിക്കുന്നത് കേട്ടു. അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. എന്താ, വിളിച്ചില്ലേ? അവൻ ചോദിച്ചതും ഞാനോ? അവൾ ചോദിച്ചു. അതെ, എന്റെ നന്ദ തന്നെയാണ് വിളിച്ചത്. അവൻ പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, അവൾ പറഞ്ഞു. അവളുടെ മുഖത്തെ നാണം കണ്ടപ്പോൾ തന്നെ അവന് അവൾക്ക് ഓർമ്മയുണ്ട് എന്ന് മനസ്സിലായി. ശരി, എന്റെ നന്ദയ്ക്ക് ഓർമ്മയില്ല അല്ലേ? എന്നാ ഞാൻ ഓർമ്മ വരുത്തട്ടെ? അവൻ ചോദിച്ചതും എങ്ങനെ? അത് ഇന്നലെ എന്നെ ആ പേര് വിളിക്കാൻ ഉണ്ടായ സാഹചര്യം റീക്രിയേറ്റ് ചെയ്താൽ? അവൻ പറഞ്ഞതും അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. എന്താ, ആ ഒരു നിമിഷം ഞാൻ വീണ്ടും ഉണ്ടാക്കി തരട്ടെ? അവൻ ചോദിച്ചതും അവൾ വേണ്ട എന്ന് തലയണക്കി. ഓഹോ, അപ്പോ മോൾക്കറിയാം എപ്പോഴാ എന്നെ അങ്ങനെ വിളിച്ചതെന്ന് അല്ലേ? ഓർമ്മയുണ്ട് അല്ലേ? അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ അടച്ചു. എന്നാ വിളിക്ക്. എന്ത് പേരാ എന്നെ വിളിച്ചത്? അതും നിന്റെ മനസ്സിൽ നിന്ന് വന്ന വിളിയാണ്. കേൾക്കാൻ കൊതിയാകുന്നു നന്ദ, ഒന്ന് വിളിക്ക്, അവൻ പറഞ്ഞു. അവൾ വിളിക്കുന്നില്ല എന്ന് കണ്ടതും അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ പതിയെ കടിച്ചതും അച്ചുവേട്ടാ, അവൾ വിളിച്ചു. അവൻ പെട്ടെന്ന് മുഖമുയർത്തി അവളെ നോക്കി. ഒന്നുകൂടി വിളിക്ക്. അച്ചുവേട്ടാ. നന്ദ, എന്നെ അച്ചു എന്ന് വിളിക്കുന്നത് എൻ്റെ അമ്മയായിരുന്നു. അമ്മ പോയതിൽ പിന്നെ ആ പേര് ആരും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇന്നലെ ആ ഒരു ഫീലിൽ നിന്നപ്പോഴും നീ എന്നെ ആ പേര് വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? ആ സന്തോഷം കൂടി എനിക്കിന്നലെ ഉണ്ടായിരുന്നു. അത് കുറച്ച്. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കിയതും അവൾ ചുണ്ടു കൂർപ്പിച്ചു. ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ മതി, അച്ചുവേട്ടൻ. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി. അർജുൻ ദേവരയർ എന്ന ക്രിമിനൽ അഡ്വക്കേറ്റിന് അച്ചുവേട്ടൻ എന്ന പേര് ചേരുന്നില്ലല്ലോ, അവൾ പറഞ്ഞതും അതിന് അർജുൻ ദേവരയർ എന്ന ക്രിമിനൽ ലോയർക്ക് ചേരേണ്ട. നിന്റെ മാത്രം പ്രണയമായ എനിക്ക് ആ പേര് നന്നായി ചേരും, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ കടിച്ചു.
അതെ, മതി, പോകാൻ നോക്ക്. അവൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കിയതും, എവിടെ പോകാൻ? ഞാൻ പോകുന്നില്ല. പോകുന്നില്ലെന്നോ? അതെന്താ? അവൾ ഞെട്ടലോടെയാണ് അവനോട് ചോദിച്ചത്. എന്നാ നന്ദൻ വരുന്നത്? അവൻ ബെഡിലേക്ക് മറിഞ്ഞു കിടന്നുകൊണ്ട് അവളെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല, ഇന്ന് രാവിലെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയും, അവൾ പറഞ്ഞു. എന്നാ നോക്കിയിട്ട് പറയട്ടെ, അപ്പോ ഞാൻ പോകാം. അച്യുതൻ പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അവൾ ചോദിച്ചു. നീ ഒറ്റയ്ക്കാകില്ലേ? ഇല്ല, എനിക്ക് കോളേജിൽ പോണം, എക്സാം തുടങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നത്, അവൾ പറഞ്ഞു. അതേതായാലും നന്നായി. ഞാൻ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു. എനിക്ക് നിന്നെ എൻ്റെ പ്രണയം അറിയിക്കാൻ കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ദിവസം. അപ്പോഴാണ് ടേബിളിലിരുന്ന അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ അവളെ ഒന്ന് നോക്കി. അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് കൈയെത്തിച്ച് ഫോൺ എടുത്തു. ഫോണിൽ അവൻ്റെ ജൂനിയറുടെ പേര് തെളിഞ്ഞതും അവൻ ഫോൺ എടുത്തു. പിന്നീട് അങ്ങോട്ട് സംസാരിച്ചത് മുഴുവനും ഗൗരവത്തോടെയായിരുന്നു. ഇത്രയും നേരം തന്നോട് സംസാരിച്ച ഒരാളെ അല്ലായിരുന്നു അത് എന്ന് അവൾ ശ്രദ്ധിച്ചു. എത്ര മണിക്കാണ്? അവൻ ചോദിച്ചു. 10 മണിക്കാണ് സർ. ഓക്കെ. അവൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് നന്ദിതയെ നോക്കി. ശരി, ഞാൻ എത്താം. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ തിരിഞ്ഞ് വീണ്ടും ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ടോ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും മുറുകെ പിടിച്ചു. ശ്വാസം മുട്ടുന്നു, അവൾ പറഞ്ഞു. എപ്പോഴാ കോളേജിൽ പോകേണ്ടത്? അവൻ ചോദിച്ചു. ഞാൻ 8 മണിയാകുമ്പോഴേക്കും ഇറങ്ങും, അവൾ പറഞ്ഞു. എന്നാ ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ചിറങ്ങാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം, അവൻ പറഞ്ഞു. അത് വേണ്ട, ഇവിടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടാവും, അവൾ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? അവൻ ചോദിച്ചു. അത് കേട്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട്, എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, അമ്മയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ ഇന്ന് എൻ്റെ നന്ദയുടെ കൈകൊണ്ടായിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ്, അവൻ പറഞ്ഞതും. എന്താ സാറിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ ദേ കുറച്ചു നേരം കൂടി ഇങ്ങനെ കിടക്കും, അപ്പോഴേക്കും എൻ്റെ നന്ദ ഫ്രഷായി ചെന്ന് നല്ല കോഫി എടുത്തിട്ട് വാ, അവൻ പറഞ്ഞതും. അതെ, ഇത് ഭാര്യ വീടല്ല, അവൾ പറഞ്ഞു. ആണല്ലോ, നിന്നെ ഞാൻ എന്ന് സ്വന്തമാക്കിയോ അന്ന് മുതല് ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ ഒരു താലിയുടെയും ഒരു സിന്ദൂരത്തിൻ്റെയും കുറവേ ഉള്ളൂ. ഇപ്പൊ നീ എൻ്റെ ഭാര്യ തന്നെയാണ്. ആ താലിയുടെയും സിന്ദൂരത്തിൻ്റെയും കുറവ് നികത്താൻ ഇപ്പോൾ ഈ നിമിഷം അർജുൻ ദേവരയർ എന്ന ഈ ഞാൻ റെഡിയാണ്. റെഡിയാണോ നന്ദിത വർമ്മ, മിസ്സിസ് അർജുൻ ദേവരയർ? അവൻ ചോദിച്ചതും അവൾ പ്രണയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. റെഡിയാണ്, പക്ഷേ ഇപ്പോഴല്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ നന്ദൻ്റെയും നിറഞ്ഞ പുഞ്ചിരിയോടെ, അനുവാദത്തോടെ, സന്തോഷത്തോടെ എൻ്റെ അച്ഛൻ ഈ കയ്യിലേക്ക് എന്നെ കൈപിടിച്ച് തരുന്ന ആ ദിവസം മുതൽ, അവൾ പറഞ്ഞു. ശരി, നിന്റെ ഇഷ്ടം പോലെ, എന്നാ പോയി കോഫി എടുത്തിട്ട് വാ, അവൻ പറഞ്ഞതും അവൾ പതിയെ എഴുന്നേറ്റ് അവൾ നോക്കിയതും അവൻ്റെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് എന്ന് കണ്ട് അവൾക്ക് ചിരി വന്നു. ബ്ലാങ്കറ്റ് വലിച്ചതും പെട്ടെന്ന് അവൻ ആ ബ്ലാങ്കറ്റിൽ പിടിച്ചു. ഇതിങ്ങോട്ട് തന്നിട്ട് പോ പെണ്ണേ, അല്ലെങ്കിൽ നിനക്ക് നാണാകും, അവൻ പറഞ്ഞു. എനിക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ലേ, അവൻ പറഞ്ഞത് കേട്ടതും. അയ്യേ, ഇങ്ങനൊരു മനുഷ്യൻ കണ്ടാൽ ആരെങ്കിലും പറയോ ഇങ്ങനെയൊക്കെ പറയുന്നത് അർജുൻ ദേവരയ്യറാണ് എന്ന്, അവൾ ചോദിച്ചു. അവൾ നേരെ കബോർഡ് തുറന്ന് ഒരു ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി ഡോർ അടച്ചതും അവൾ അതിലേക്ക് ചാരി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതെന്തിനാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. എത്ര സമയം അങ്ങനെ നിന്നു എന്ന് അവൾക്കറിയില്ല. പെട്ടെന്നാണ് ബാത്റൂം ഡോറിൽ മുട്ട് കേട്ടത്. അവൾ പെട്ടെന്ന് തന്നെ കണ്ണു തുടച്ചു. നന്ദ, ഡോറ് തുറക്ക്, പുറത്തുനിന്ന് അർജുന്റെ ശബ്ദം കേട്ടതും അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ഡോറ് തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന നന്ദിതയെ കണ്ടതും അവൻ അവളെ പിടിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. കരയാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ തന്നെ എന്തിനാ കരഞ്ഞത്? സങ്കടം തോന്നുന്നുണ്ടോ? തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവൻ ചോദിച്ചതും അവൾ ഒന്നും മുണ്ടാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഈ തെറ്റിന് ശരിയാക്കാനുള്ള വഴിയാണ് നന്ദ ഞാൻ പറഞ്ഞത്, പക്ഷെ നീയാണ് സമ്മതിക്കാത്തത്, അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെ ഈ അർജുന് ഒരു വാക്കേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമേ ഉണ്ടാവൂ എന്നെൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ്. വീരേന്ദ്ര ദേവരയ്യരുടെയും മീനാക്ഷി ദേവരയ്യരുടെയും മകനാണ്.
ജീവൻ പോയാലും കൊടുത്ത വാക്ക് മാറ്റി പറയില്ല. എന്റെ പെണ്ണ് ഒന്നും ഓർത്ത് പേടിക്കണ്ട, ഞാനുണ്ടാകും. ഇനി അങ്ങോട്ട് നീ എന്നെ പൂർണ്ണ മനസ്സോടെ ഇപ്പോൾ സ്വീകരിച്ചു. നിന്നേക്കാൾ മുന്നേ ഞാൻ നിന്നെ സ്വീകരിച്ചതാണ്. എന്റെ മനസ്സിൽ അന്ന് മുതൽ നീ എന്റേതാണ്. അതുകൊണ്ടാണ് നിനക്ക് ചുറ്റും ഒരു കാവൽ പോലെ എപ്പോഴും ഞാൻ ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കരയരുത്. ഒന്നിനു വേണ്ടി, ആർക്കു വേണ്ടിയും ഇനി നീ കരയരുത്. ഇനി കരയണമെന്നാണെങ്കിൽ ഞാൻ മരിച്ച് എന്നെ തെക്കോട്ടെടുക്കുമ്പോൾ അത്രയും അവൻ പറഞ്ഞതും അവളുടെ കൈ അവന്റെ കവിളിൽ പതിഞ്ഞിരുന്നു. പെട്ടെന്നുള്ള അവളുടെ ആ ഒരു പ്രതികരണത്തിൽ അവനും ഞെട്ടിപ്പോയിരുന്നു. പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് അവൾ മുഖം ചേർത്തു. അവനും അവളെ മുറുകെ തന്നെ കെട്ടിപ്പിടിച്ചു. അല്പസമയം കഴിഞ്ഞതും നന്ദ, അവൾ അങ്ങനെ തന്നെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നത് അറിഞ്ഞതും അവൻ വിളിച്ചു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. പിന്നെ പെട്ടെന്ന് കാൽപാദം കുത്തി ഉയർന്നുകൊണ്ട് അവൾ തല്ലിയ ആ കവിളിൽ ചുണ്ടു ചേർത്തു. സോറി, സോറി അച്ചുവേട്ടാ, ഞാൻ സങ്കടത്തില്, അവൾ പറഞ്ഞു. പിന്നെ ആ കവിളിൽ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അപ്പോൾ എന്നെ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? അവൻ ചോദിച്ചതും അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇഷ്ടമില്ലാത്ത ഒന്നിനെയും നന്ദിതയുടെ കൂടെ ഇങ്ങനെ ചേർത്ത് നിർത്താറില്ല. എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഇഷ്ടമായത് കൊണ്ടാണ്, എന്റേതാണെന്ന് ഉറപ്പായത് കൊണ്ടാണ്. അവൾ പറഞ്ഞതും അവൻ അവളെ രണ്ട് കൈയാലും ഒതുക്കി പിടിച്ചുകൊണ്ട് പൊക്കി ഷവറിനടിയിൽ കൊണ്ടുവന്ന് നിർത്തി. ഷവർ ഓൺ ചെയ്തതും രണ്ടുപേരെയും നനയിച്ചുകൊണ്ട് വെള്ളം ഒഴുകിയിറങ്ങി. രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഫ്രഷായി പുറത്തേക്കിറങ്ങി. കുറച്ചു സമയം കൂടുതൽ എടുത്തു എന്ന് മാത്രം. ഇനിയിപ്പോ മാറിയിടാൻ എന്തു ചെയ്യും? ഡ്രസ്സൊന്നും ഇല്ലല്ലോ, അവൾ ചോദിച്ചതും അവൻ ചുറ്റും നോക്കുന്നത് കണ്ടു. അവൾ എന്താണെന്നതുപോലെ അവനെ നോക്കിയതും എന്റെ കാറിന്റെ കീ ഹാളിലുണ്ട്. ഒരു ടവൽ മാത്രം ഉടുത്തുകൊണ്ട് അവൻ അവളെയും കൊണ്ട് ഹാളിലേക്ക് വന്നു. അവന്റെ കാറിന്റെ കീ എടുത്ത്, ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എന്റെ നന്ദ ചെന്ന് എന്റെ കാറിന്റെ ബാക്കിൽ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് വാ. അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി. നോക്കി നിൽക്കാതെ ചെല്ലു പെണ്ണെ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ ഒന്ന് നുള്ളിയതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി പുറത്തേക്കിറങ്ങി. കാറ് തുറന്നു. അതിലിരിക്കുന്ന ഒരു ബാഗ് കണ്ടതും അവൾ അത് എടുത്തുകൊണ്ട് അകത്തേക്ക് വന്നു. ഇതിലെന്താ? അവൾ ചോദിച്ചു. അതോ, എന്റെ കാറിൽ എപ്പോഴും എന്റെ ഈ ബാഗില് 1-2 ദിവസത്തേക്കുള്ള ഡ്രസ്സും സാധനങ്ങളും എല്ലാം ഉണ്ടാകും. പെട്ടെന്നായിരിക്കും എവിടെയെങ്കിലും പോകേണ്ടി വരുന്നത്, അതുകൊണ്ട് അതെപ്പോഴും ഞാൻ കരുതാറുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് ബാഗ് തുറന്നു. അതിൽ നിന്നും ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്ത് ധരിച്ചു. നന്ദിത കൊടുത്ത ഒരു കാവിമുണ്ടാണ് അവൻ ഇപ്പോൾ ധരിച്ചത്. അപ്പോഴേക്കും അവൾ കിച്ചണിലേക്ക് ചെന്നു. കിച്ചണിന്റെ പുറമേയുള്ള വാതിൽ തുറന്നു. അവിടെ ഒരു കുപ്പി പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവളത് എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് വന്നുകൊണ്ട് വേഗം കോഫി ഉണ്ടാക്കി. അതുമായിട്ട് അവൾ തിരിഞ്ഞതും കിച്ചണിന്റെ വാതിക്കൽ നിൽക്കുന്ന അർജുനെ കണ്ടു. അവൻ അവളെ തന്നെ നോക്കിയിരിക്കായിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? അടുത്ത് വന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഞാനിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞ സ്ത്രീകള് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇതുപോലെ തലയിൽ തോർത്തെല്ലാം ചുറ്റിക്കെട്ടി കിച്ചണില് ഭർത്താവിന് വേണ്ടി കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതെല്ലാം ഞാനിങ്ങനെ നോക്കി നിന്ന് കണ്ടതാണ്, അവൻ പറഞ്ഞതും അപ്പോൾ അഡ്വക്കേറ്റ് അർജുൻ ദേവരയ്യർ സിനിമ കാണാറൊക്കെയുണ്ട് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലെ കാപ്പി കപ്പ് അവന് കൊടുത്തു. അപ്പോൾ നിനക്കോ? അവൻ ചോദിച്ചു. എനിക്കുമുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞുപോയി കാപ്പിയും എടുത്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി ലിവിംഗ് റൂമില് തൂക്കിയിട്ടിരിക്കുന്ന ഊഞ്ഞാൽ കട്ടിലേക്കാണ് പോയത്. അവൻ അതിലിരുന്ന് അവളെയും അതിലേക്ക് ഇരുത്തി. അതെ, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, സമയം പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കട്ടെ. അവൾ പറഞ്ഞതും വേണ്ട, അത്രയും സമയം കൂടി എൻ്റെ അടുത്തിരിക്കെ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അവൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റിയെന്നറിയില്ല, ഈ നല്ല നിമിഷങ്ങൾ കളയാൻ തോന്നുന്നില്ല. ഇന്ന് അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ ഞാൻ വരും. അവൻ പറഞ്ഞതും വേണ്ട, അവൾ പറഞ്ഞതും പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടിന്മേൽ വിരൽ വെച്ചു തടഞ്ഞു. വേണ്ട എന്ന് പറയലേ, ഞാൻ ഈ നിമിഷങ്ങൾ വല്ലാതെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി നിന്റെ ഒപ്പമുള്ള നിമിഷങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. എനിക്കിതൊന്നും മിസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലീസ് നന്ദ, എൻ്റെ ഒപ്പം വാ. മിസ്സിസ് അർജുൻ ദേവരയ്യറാകൻ കൊഞ്ചിക്കൊണ്ട് എന്നാൽ ഒത്തിരി പ്രണയത്തോടെ ചോദിക്കുന്ന അവനെ കണ്ടപ്പോൾ
അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൻ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൾ രണ്ട് കൈയും അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കുറച്ച് സമയം കൂടി. നന്ദനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടി. ഒത്തിരി ഇഷ്ടത്തോടെ എന്റെ നന്ദു ഈ അളിയന്റെ കൈ പിടിക്കുന്നത് കാണാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പിന്നെ അനന്തകീയമായിട്ടുള്ള അവന്റെ പ്രശ്നം അതും തീർക്കണം. അവന്റെ മനസ്സിൽ അവളുണ്ട്. പക്ഷെ ഇപ്പോൾ എവിടെന്നോ വന്നിരിക്കുന്ന ഒരു ദേഷ്യം, അത് മാറ്റിയെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് ഞാൻ ശ്രമിക്കും ഇന്ന് മുതൽ. അതുവരെ എനിക്ക് താച്ചുവേട്ടാ, അവൾ പറഞ്ഞു. അവനൊന്ന് ദീർഘനിശ്വാസം വിട്ടു. ശരി, എന്നാ ഇറങ്ങിയാലോ? ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കേണ്ട. വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഒരുമിച്ചിറങ്ങാം, അവൻ പറഞ്ഞു. അവൾ വേഗം തന്നെ കോഫി കുടിച്ച് മുകളിലേക്ക് പോയി. ചെന്ന് ഒരു പിങ്ക് കളറിൽ സിൽവർ ബോർഡർ വരുന്ന ഒരു സാരി ഉടുത്തു. നന്നായി തന്നെ അവൾ ഇന്ന് ഒരുങ്ങി. ഇത്രയും ദിവസം എങ്ങനെയൊക്കെയോ കോളേജിൽ പോയി, ഒരുക്കങ്ങൾ ഒന്നുമില്ലാതെ. ഇന്ന് പക്ഷേ അവളുടെ ആ സന്തോഷം ഉണ്ടായിരുന്നു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഇന്ന് തന്റെ മുഖത്തിന് വല്ലാത്തൊരു സൗന്ദര്യം അവൾക്ക് തോന്നി. അപ്പോഴാണ് അവളെ പുറകിൽ നിന്നും അർജുൻ വന്ന് പിടിച്ചത്. അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് അവളെ ചുറ്റി വയറിലൂടെ പിടിച്ചു. അവൻ കണ്ണാടിയിലേക്ക് നോക്കി. ഈ കഴുത്തില് എന്റെ പേരെഴുതിയ ഒരു താലിയും ഈ നെറ്റിയില് ഞാൻ ചാർത്തുന്ന സിന്ദൂരവുമായി നിൽക്കുന്ന നിന്നെ കാണാൻ കൊതിയാകുന്നു പെണ്ണെ, അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, പിന്നെയും കൊതിയായതുകൊണ്ടാണ് എന്റെ നന്ദ. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ അവനെ നോക്കിക്കൊണ്ട്, വിടച്ചോട്ടാ, ഞാൻ ഫോൺ എടുക്കട്ടെ, അവൾ പറഞ്ഞു. ഇങ്ങനെ പോയി എടുത്താ മതി, അവൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. അവൾ അവനെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. ബെഡിൽ കിടക്കുന്ന ഫോൺ എടുത്തതും അമ്മയാണ് എന്ന് കണ്ടതും അവൾക്കെന്തോ ഒരു പരിഭ്രമം നിറഞ്ഞു. അവൾ അർജുനെ ഒന്ന് നോക്കി, വേഗം ഫോൺ എടുത്തു. അപ്പോഴും അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഹലോ അമ്മ, അവൾ പറഞ്ഞതും, മോളെ, ഏതാ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കാറ്, അമ്മ ചോദിച്ചതും അവൾ ഞെട്ടലോടെ അർജുനെ നോക്കി. എന്നാൽ അവിടെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവന്റെ കൈകൾക്ക് മേൽ അവളുടെ ഇടത് കൈ അമർന്നു. ഹായ്, ഇന്ന് ഞാൻ നേരത്തെ ഇടണമെന്ന് കരുതിയതാ. കറണ്ട് പോയിട്ടേ ഇന്ന് വൈകുന്നേരമാണേ വന്നത്. എൻ്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റിപ്പോയി. എന്തായാലും സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.